ആറാം സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭക്തയായ വെറോനിക്ക ഈശോമിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോയുടെ തളർച്ച ആ സമൂഹമാകെ വേദനയായിട്ട് മാറുകയാണ്. ഹൃദയമുള്ളവന് അത് വേദനയായി തീരും. വെറോനിക്കയ്ക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, അവളുടെ ഹൃദയം ഇടുപ്പ് കൂടി. അവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പതിയെ പതിയെ കയറി വരികയാണ്. പ്രതികൂലങ്ങളെ അതിജീവിച്ച് ആത്മബോധത്തോടുകൂടെ തമ്പുരാനെ സ്വീകരിക്കാനുള്ള ബലമുള്ളവളായി അവർ വരികയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി അവൾക്ക് എവിടെ നിന്നോ കിട്ടുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്ന് നമ്മൾ ധ്യാനിച്ചതുപോലെ തമ്പുരാന്റെ സവിധത്തിൽ വന്ന് തന്റെ തൂവാലയെടുത്ത് മുഖം തുടയ്ക്കുകയാണ്. അവൾ എത്രമാത്രം ആ മുഖത്തെ ധ്യാനിച്ചോ അത്രമാത്രം അവളുടെ തൂവാലയ്ക്കുള്ളിൽ സ്പന്ദനമായി തെളിവാർന്ന് ആ മുഖം തെളിഞ്ഞു വന്നു. ജീവിതത്തിൽ ഇതാണ്, നീ ആരെ കൂടുതൽ ധ്യാനിക്കുന്നുവോ അത് ജീവിത ഇടങ്ങളിൽ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യമാകും. ആരൊക്കെ നിന്റെ ഹൃദയാമ്പലങ്ങളിൽ കുടിയിരിക്കുന്നോ അതൊക്കെ നിന്റെ മിഴികളിൽ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യമാകും. ഈ വെറോനിക്കയുടെ ഹൃദയാമ്പലത്തിൽ കുടിയിരുന്ന തമ്പുരാൻ ആത്മാർത്ഥതയോടുകൂടെ ദർശകമാകുകയാണ്. ഈ ദർശനത്തിലൂടെ അവൾ ചാരിതാർത്ഥ്യത്തിലൂടെ ആത്മീയ ചാരിതാർത്ഥ്യം സ്വീകരിക്കുകയാണ്. വേദനകളിൽ ആരൊക്കെ പങ്കുചേരുന്നുണ്ടോ, ആരുടെയൊക്കെ മുഖം തുടയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ, ആരൊക്കെ വികൃതമാക്കപ്പെടുന്നു അവിടെയൊക്കെ സുഹൃതം കൊടുക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടോ, അവരിലൂടെയൊക്കെ രൂപപ്പെടുന്ന ഒരു സത്യം ഇത് തന്നെയാണ്, വെറോനിക്ക എന്ന സത്യം. അവരന്റെ മുഖം തുടയ്ക്കാനുള്ള കരുത്ത്. നമ്മുടെ ജീവിതയിടങ്ങളിൽ ഇങ്ങനെയാവട്ടെ. തളർന്നു പോകുന്നവന്റെ മുഖം, വേദനിക്കുന്നവന്റെ മുഖം, വികൃതമാക്കപ്പെട്ടവന്റെ മുഖം കാണാൻ ആത്മാർത്ഥതയോടുകൂടെ ആ ബലഹീനതയെ എടുത്തുമാറ്റത്തക്ക വിധം നമ്മുടേതായിട്ടുള്ള തൂവാലകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെയുടെ സാന്നിധ്യത്തിന്റെ തൂവാല, ജീവിതത്തിൽ സ്വാന്തനത്തിന്റെ തൂവാല, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ തൂവാല, കരുതലിന്റെ തൂവാല, ഇതെല്ലാം ആവശ്യമുള്ളവരാരെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ പ്രാപ്തരായിട്ട് മാറട്ടെ. സർവേശ്വര, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ വെറോനിക്കയെ പോലെ അവരെന്റെ മുഖം തുടയ്ക്കാൻ, അവരെന്റെ ബലഹീനതകളെ കണ്ടറിഞ്ഞ് സഹായഹസ്തം നീട്ടാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആത്മീയ ചൈതന്യത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ പ്രേരണകളെയും എടുത്തുമാറ്റി അതിനെ അതിജീവിച്ച് നിന്റെ സവിധമണിഞ്ഞ് നിന്റെ മുഖം ദർശിക്കാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.